ഓക്കെ, വെൽക്കം ടു ദി ചാനൽ. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ സെക്കൻഡ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് പാർട്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ സെക്കൻഡ് ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയംകാരും മലയാളം മീഡിയംകാർക്കും രണ്ടുപേർക്കും കേൾക്കാവുന്നതാണ്. രണ്ട് രീതിയിലും എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നേരെ പാഠത്തിലോട്ട് കിടക്കാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസൊണൻസും ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സെക്കൻഡ് ഭാഗമായിട്ട് എടുക്കാൻ പോകുന്നത്. വൈബ്രേഷൻ എന്താണെന്നൊക്കെ ഉള്ളത് ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. ഫ്രീക്വൻസി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ അതിൻ്റെ കാർഡ് ഞാനിവിടെ കൊടുക്കാം, നിങ്ങളത് നോക്കിയാൽ മതി. അല്ലാത്ത രീതിയിൽ ബാക്കിയുള്ളവർ കാണേണ്ടവരാണെങ്കിൽ ഇത് കാണാം. ഓക്കെ, ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസൊണൻസും. ഹാവ് യു എവർ ഫെൽറ്റ് ദ വൈബ്രേഷൻ ഓഫ് ദ ടേബിൾ വെൻ എ മിക്സി കെപ്റ്റ് ഓൺ ദ ടേബിൾ വർക്ക്സ്? നമ്മളിപ്പോൾ ഒരു മേശയുടെ മുകളിൽ ഒരു മിക്സി വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ മിക്സി വർക്ക് ചെയ്യിപ്പിക്കാമെന്ന് വെച്ചാൽ മിക്സി വർക്ക് ചെയ്യിക്കുമ്പോൾ ഒരു സൗണ്ട് മാത്രമാണ് ഉണ്ടാവുക? അല്ല, മിക്സി വൈബ്രേറ്റ് ചെയ്യുന്ന സമയം തന്നെ നിങ്ങളുടെ ടേബിളും വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? അതായത് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ടേബിളിന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, മിക്സി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ കൂടെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ട്യൂണിംഗ് ഫോക്ക് എടുക്കാം. എന്നിട്ട് അത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അടിച്ചിട്ട് അല്ലെങ്കിൽ അതിനൊന്ന് എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു വൈബ്രേഷൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. പിന്നെ നമ്മളൊരു ടേബിളിൻ്റെ മുകളിൽ അടിച്ച് നോക്കുക. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? സൗണ്ട് പിന്നെയും കൂടിയതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടായിരിക്കും? ടേബിളും അതേസമയം തന്നെ വീണ്ടും വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു വൈബ്രേറ്റ് ചെയ്തൊരു സാധനം കൊണ്ട് നമ്മൾ ടേബിളിൻ്റെ മുകളിൽ അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുകയാണ്? ടേബിളും വൈബ്രേറ്റ് ചെയ്യാണ്. സൗണ്ട് കൂടുതലായിട്ട് കേൾക്കാനുള്ള കാരണം എന്താണ്? ടേബിളും അതോടൊപ്പം തന്നെ വൈബ്രേറ്റ് ചെയ്യുന്നു. ട്യൂണിംഗ് ഫോക്കോടൊപ്പം തന്നെ ടേബിളും വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് ഈ ഒരു കാര്യത്തിന് നമുക്ക് പറയാൻ കഴിയുക. കാരണം നമ്മൾ ഒന്നിനെ വൈബ്രേറ്റ് ചെയ്യിക്കുന്നുള്ളൂ, അത് ഉപയോഗിച്ചിട്ട് വേറെ ആളെ വൈബ്രേറ്റ് ചെയ്യിക്കുമ്പോൾ എന്താ പറയുക? ഫോഴ്സ്ഡ് വൈബ്രേഷൻ, അല്ലെങ്കിൽ പ്രണോദിത കമ്പനം എന്ന് മലയാളത്തിൽ പറയും. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഇസ് എ വൈബ്രേഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻഡ്യൂസ്ഡ് ബൈ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ്. മറ്റൊരു വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് വേറൊരു വസ്തുവിനെ വൈബ്രേറ്റ് ചെയ്യിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു എക്സ്പെരിമെന്റ് നോക്കാം. നമുക്ക് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യേണ്ട ഒരു എക്സ്പെരിമെന്റ് ആണ്. തെറ്റിപ്പോകാൻ നല്ല ചാൻസുള്ള കാര്യമാണ്. ഇവിടെ നിങ്ങൾ ആദ്യം ഫിഗർ 1.5a നോക്കാം. 1.5aയിൽ ട്യൂണിംഗ് ഫോക്സ് കാണാൻ കഴിയും. അത് നോക്കിയേ. ട്യൂണിംഗ് ഫോക്സ് അല്ല, അത് ബ്ലേഡ്സ് കാണാൻ കഴിയും. അല്ലെങ്കിൽ എന്ത് പറയാം? ഹാക്സോ ബ്ലേഡ്സ് വെച്ചിട്ടുള്ള കാണാൻ കഴിയും. എയും സിയും ഇയും ഏകദേശം ഒരേപോലത്തെയാണ്, ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ളത്. ബിയും ഡിയും എഫും ഏകദേശം ഒരേ സെന്റിമീറ്റർ നീളത്തിലുള്ളതാണ്. അപ്പോൾ വലുത് ബിയും ഡിയും എഫും ആണ്. എയും സിയും ഇയും വലിപ്പം കുറച്ച് കുറഞ്ഞത്, അതായത് 13 സെന്റിമീറ്റർ ഉള്ളതാണ് എയും സിയും ഇയും. 17 സെന്റിമീറ്റർ ഉള്ളത് ഏതാണ്? ബിയും ഡിയും എഫ് ഒരു വിഡൻ ബ്ലോക്കിന്റെ മുകളിൽ വെച്ചിരിക്കുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ആദ്യത്തെ എന്താണ്? എക്സൈറ്റ് ദ ഹാക്സോ ബ്ലേഡ് എ ബൈ ടാപ്പിംഗ് വിത്ത് യുവർ ഫിംഗർ. നമ്മുടെ ഫിംഗർ ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം എ എന്ന് പറയുന്ന ഹാക്സോ ബ്ലേഡിന്. എന്ത് സംഭവിക്കും? എല്ലാ ബ്ലേഡും വൈബ്രേറ്റ് ചെയ്യുമോ, ഇല്ലെങ്കിൽ എ മാത്രമാണോ വൈബ്രേറ്റ് ചെയ്യുക? തുടക്കത്തിൽ എ മാത്രം വൈബ്രേറ്റ് ചെയ്ത് തുടങ്ങുമെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? എല്ലാ ബ്ലേഡും വൈബ്രേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, തുടക്കത്തിൽ എയിൽ വൈബ്രേറ്റ് ചെയ്യും, ബാക്കി എല്ലാ ബ്ലേഡും അതേസമയം എന്ത് ചെയ്യാണ്? വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. എയും ബിയും സിയും ഡിയും ഇ എഫും എല്ലാം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം സെയിം ആംപ്ലിറ്റ്യൂഡിലാണോ വൈബ്രേറ്റ് ചെയ്യുന്നത്? ആർ ഓൾ ദി ബ്ലേഡ്സ് വൈബ്രേറ്റിംഗ് വിത്ത് ദ സെയിം ആംപ്ലിറ്റ്യൂഡ്? അതാണ് നമ്മുടെ ചോദ്യം. നമ്മൾ തട്ടിക്കൊടുത്തപ്പോൾ എല്ലാ ബ്ലേഡും ഒരേ വൈബ്രേഷൻ ആണോ ഉണ്ടാകുന്നത്? അല്ല. എന്ത് മനസ്സിലാക്കാൻ പറ്റും? എയോ വൈബ്രേറ്റ് ചെയ്യിച്ചപ്പോൾ സിക്കും ഇക്കും വൈബ്രേഷൻ വളരെയധികം കൂടുതലായിരിക്കും. അതായത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, വൈബ്രേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആയത് എന്ന് പറയുന്നത് സിക്കും ഇക്കും വളരെയധികം കൂടുതലായിരിക്കും. കാരണം എന്തായിരിക്കും? ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് വിച്ച് ഓഫ് ദം വൈബ്രേറ്റ്സ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്? ഇയും സിയുമാണ് വരിക. എന്തുകൊണ്ടായിരിക്കും? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടായിരിക്കും എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ അത് തന്നെ ആലോചിക്കുക. ഫോഴ്സ്ഡ് വൈബ്രേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ആലോചിച്ചൊക്കെ നമുക്ക് ഉത്തരം കിട്ടും. അതായത് നോക്കാം, നമുക്ക് പാഠം പഠിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് അതിന് ഉത്തരത്തിലെത്തുമോ നോക്കാം. ആഫ്റ്റർ ഓൾ ദി ബ്ലേഡ്സ് ഹാവ് സ്റ്റോപ്പ് വൈബ്രേറ്റിംഗ് എക്സൈറ്റ് ബി ആൻഡ് റെക്കോർഡ് ദി ഒബ്സർവേഷൻസ് ഇൻ ദ സയൻസ് ഡയറി. ആഫ്റ്റർ ഓൾ ദി ബ്ലേഡ്സ് ഹാവ് സ്റ്റോപ്പ് വൈബ്രേറ്റ്, എല്ലാം വൈബ്രേഷൻ നിന്നിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നിന്നതിന് ശേഷം എന്ത് ചെയ്യുകയാണ്? നമ്മൾ ബീനെ ഇതേപോലെ എക്സൈറ്റ് ചെയ്യിച്ചു. അത് എയിനെ നമ്മൾ തട്ടിയ പോലെ തന്നെ എന്ത് ചെയ്യുക? ബീനെ തട്ടി നോക്കുകയാണ്. എന്നിട്ട് നമ്മളത് എന്ത് സംഭവിച്ചു നോക്കാൻ പറയും. എന്ത് സംഭവിക്കുന്നത്? എ വൈബ്രേറ്റ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്തത് ഏതൊക്കെയായിരുന്നു? സിയും ഇയും ആയിരുന്നു അല്ലേ? അപ്പോൾ ബി വൈബ്രേറ്റ് ചെയ്യിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്ത് ആരൊക്കെയായിരിക്കും? ഡിയും എഫും ആയിരിക്കും. അതായത് എ വൈബ്രേറ്റ് ചെയ്യിച്ചപ്പോൾ സിയും ഇയും, ബി വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഡിയും എഫുമാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നത്. Since the natural frequency of C and E are equal to the natural frequency of A, they vibrate with maximum amplitude. അതാണ് അവിടെ സംഭവം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ ആൻസർ. അതായത് സിയുടെയും ഇയുടെയും എയുടെയും നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സെയിം ആണ്. കാരണം ഒരേപോലത്തെ ആക്സോ ബ്ലേഡ്സ് ആണ്. അപ്പോൾ നമ്മൾ എക്ക് വൈബ്രേറ്റ് ചെയ്യിക്കുന്ന സമയത്ത്
എന്ത് സംഭവിക്കുകയാണ്? സിയുടെയും ഇയുടെയും നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നതും എയുടെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നതും സെയിം ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കുകയാണ്? സെയിം ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുകയാണ്? അത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുകയാണ്. അതായത് സിയുടെയും ഇയുടെയും നാച്ചുറൽ ഫ്രീക്വൻസി ഏതിനോട് സെയിം ആണ്? എയുടെ നാച്ചുറൽ ഫ്രീക്വൻസി ആയിട്ട് സെയിം ആണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുകയാണ്? അത് നല്ല വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? നല്ല ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സെയിം വേ തന്നെ നമ്മൾ ബിന് ഒരു വൈബ്രേഷൻ കൊടുക്കുമ്പോൾ ബിയുടെ സെയിം ആംപ്ലിറ്റ്യൂഡിൽ ബിയുടെ സെയിം എന്തായിരിക്കും? നാച്ചുറൽ ഫ്രീക്വൻസി ആയിരിക്കും ഡിക്കും എഫിനും ഉണ്ടാവാം. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യും? മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് ഇവിടെ കൊടുത്തു നോക്കാം. അതിൻ്റെ പേരെന്താണെന്ന് നോക്കാൻ പറ്റും. ഇഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോഴ്സിംഗ് ഒബ്ജക്റ്റ് and that of the forced object are equal, the objects are said to be in resonance. Important word ആണ് resonance. The objects undergoing resonance will vibrate with maximum amplitude. അതായത് നമ്മളിപ്പോൾ ഫോഴ്സ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ ഫ്രീക്വൻസിയും നമ്മൾ ഏതാണ്, ഇപ്പം ഒരു ബ്ലേഡ് ആണെങ്കിൽ ഒരു ബ്ലേഡ്, അതിൻ്റെ ഫ്രീക്വൻസിയും ഫോഴ്സ് ചെയ്യപ്പെടുന്ന വസ്തുക്കളുടെ ഫ്രീക്വൻസിയും നാച്ചുറൽ ഫ്രീക്വൻസിയും സെയിം ആണെങ്കിൽ, ഒരുപോലെയാണെങ്കിൽ അത് റെസനൻസിലാവുകയും എന്ത് പറയാണ്, അല്ലെങ്കിൽ റെസനൻസിലാണെന്നും അത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നു എന്നും നമുക്ക് പറയാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് റെസനൻസ് മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ എയർ കോളത്തിനെ വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. എന്തായിരിക്കും എയർ കോളത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് പറയുന്നുണ്ടാവുക എന്ന് വായിച്ചു നോക്കിയേ. Immerse in water a PVC pipe of about 50 cm length and 4 cm diameter. നമ്മളൊരു PVC പൈപ്പ് എടുക്കുകയാണ്. എന്ത് ചെയ്യാണ്? അതിൻ്റെ ലെങ്ത് പറയുന്നത് 50 cm ലെങ്ത്തിൻ്റെ 4 cm ഡയമീറ്റർ ഉള്ളതിന് നമ്മൾ വെള്ളത്തിലേക്ക് താഴ്ത്തി വെച്ചിരിക്കുകയാണ്. അതിനടുത്തേക്ക് നമ്മളൊരു ട്യൂണിംഗ് ഫോക്ക് 512 ഹെർട്സ് ഉള്ള ഒരു ട്യൂണിംഗ് ഫോക്ക് എന്തിട്ട് ചെയ്യാണ്? ഇതിലേക്ക് താഴ്ത്തുകയാണ്. എവിടത്തേക്ക് താഴ്ത്തുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പൈപ്പിൻ്റെ അടുത്തേക്ക് വെച്ചിരിക്കുകയാണ്. നമ്മൾ പൈപ്പ് എന്ത് ചെയ്യുക? വെള്ളത്തിലേക്ക് താഴ്ത്തിയിട്ടാണുള്ളത്. അതിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒരു ട്യൂണിംഗ് ഫോക്ക് വെക്കുകയാണ്. Vary the length of the air column inside the pipe by gradually raising both the tuning fork and the pipe. നമ്മൾ പൈപ്പും ട്യൂണിംഗ് ഫോക്കും ഉയർത്തുകയും താഴ്ത്തുകയൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ ലെങ്ത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതോ ഒരു സമയത്തേപ്പോൾ നല്ല സൗണ്ട് കേൾക്കാൻ തുടങ്ങി. അത് ഏത് സൗണ്ട് ആയിരിക്കും? ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം, അതായത് ഏറ്റവും കൂടുതൽ സൗണ്ട് എപ്പോഴായിരിക്കും കേട്ടത്? ഏതോ ഒരു ടൈമിൽ കേട്ടിട്ടുണ്ടാവും. കാരണം എന്താ അറിയാമോ? ഇതേ സംഭവം സംഭവിച്ചതാണ്. അതായത് the air column resonates with the tuning fork when its natural frequency matches the tuning fork's frequency 512 Hz. അതായത് ട്യൂണിംഗ് ഫോക്കിൻ്റെ ഫ്രീക്വൻസി ആയിട്ടുള്ള 512 ഹെർട്സും നമ്മുടെ എയർ കോളത്തിൻ്റെ ഇതിലെ ഫ്രീക്വൻസി എന്ത് സംഭവിക്കുക? ഫ്രീക്വൻസി ആയിട്ടുള്ള 512 ഹെർട്സ് ആവുന്ന സമയത്ത്, അതായത് രണ്ടിൻ്റെയും ഫ്രീക്വൻസി എന്താവുകയാണ്? 512 ഹെർട്സ് ആവുന്ന ടൈമിലാണ്. എന്ന് വെച്ചാൽ രണ്ടിൻ്റെയും ഫ്രീക്വൻസി ഒരേപോലെ ആവുന്ന ടൈമിലാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഒരു മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ അത് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതിൻ്റെ അർത്ഥം മാക്സിമം വൈബ്രേഷൻ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളത് അർത്ഥം. റെഡി അല്ലേ? അതായത് എയർ കോളം ലാർജ് ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഏത് ടൈമിൽ? ഏതോ ഒരു സ്റ്റേജിൽ എത്തിയപ്പോൾ. കാരണം അതിൻ്റെ ഫ്രീക്വൻസിയും ഇതിൻ്റെ ഫ്രീക്വൻസിയും ട്യൂണിംഗ് ഫോക്കിൻ്റെ ഫ്രീക്വൻസിയും ഒരേപോലെ ആയിരിക്കുകയാണ്. നെക്സ്റ്റ്, അപ്ലിക്കേഷൻസ് ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസനൻസ്. ഈ ഫോഴ്സ്ഡ് വൈബ്രേഷൻ റെസനൻസും യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് നമ്മളോട് ചോദിക്കാം. നിങ്ങൾക്ക് MRI സ്കാനിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്, റേഡിയോ ട്യൂണിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഗിറ്റാർ, വയലിൻ, വീണ, ഹാർമോണിയം, അതുപോലെ നമ്മുടെ സ്ട്രിങ്സിലെ ഇൻസ്ട്രുമെൻസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. Can you hear even the faintest sound of the heartbeat when you listen to it using stethoscope? Stethoscope യൂസ് ചെയ്തപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഫോഴ്സ്ഡ് വൈബ്രേഷൻ റെസനൻസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ചെറിയ ഹാർട്ട് ബീറ്റ് വരെ, വളരെ സൗണ്ട് ഇതായിട്ടുള്ള ഹാർട്ട് ബീറ്റ് പോലെ ഫീബിൾ ആയിട്ടുള്ളതുപോലെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. സെയിം വേ മെഗാഫോണിലും ഹോൺസിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിലും ഒക്കെ നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്? ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസനൻസും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെസനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിൻ്റെയും മറ്റൊന്നിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഒരേപോലെ ആവുന്ന സമയത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ അത് വൈബ്രേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അതാണ് റെസനൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടല്ലോ, നമുക്ക് വേഗം ആൻസർ ചെയ്യാൻ പറ്റും. ദ ഫ്രീക്വൻസി ഓഫ് എ സിംഗിൾ പെൻഡുലം ഈസ് 1 ഹെർട്സ്. വാട്ട് ഈസ് ഇറ്റ്സ് പീരീഡ്? ഇപ്പം ഫസ്റ്റ് വീഡിയോ കാണാത്തവർ ശ്രദ്ധിച്ചേക്കുക. അതായത് ടൈം പീരീഡ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രീക്വൻസിക്ക് എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഫ്രീക്വൻസി എത്രയാണോ അതിൻ്റെ 1/f ആയിട്ടായിരിക്കും എന്ത് വരിക? ടൈം പീരീഡ് വരാം. അപ്പോൾ ഇവിടെ എത്രയാണ് ഫ്രീക്വൻസി? 1 ഹെർട്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എത്രയായിരിക്കും അതിൻ്റെ ടൈം പീരീഡ് വരിക? 1/1. ഫ്രീക്വൻസി 1 ആണ്. അപ്പോൾ ടൈം പീരീഡ് എത്രയായിരിക്കും? അതിൻ്റെ ഇൻവേഴ്സ്, അതിൻ്റെ 1ൻ്റെ ഇൻവേഴ്സ് എത്രയാണ്? 1/1 1 അല്ലേ? അപ്പോൾ 1 തന്നെയാണ് ആൻസർ ആയിട്ട് വരിക. 1 തന്നെ ഫസ്റ്റ് 1ൻ്റെ ആൻസർ ആയിട്ട് വരും. റെഡി അല്ലേ? 1. ഇഫ് ദ പെൻഡുലം ടേക്സ് 0.5 seconds to complete one oscillation, what is its frequency? അപ്പോൾ ടൈം പീരീഡ് നമുക്ക് തന്നിട്ടുണ്ട്, 0.5 സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി ചോദിക്കുന്നത് ഇത് തന്നെ. തിരിച്ചും എന്താ പറയുക? ഇൻവേഴ്സ് റെസിപ്രോക്കൽ എടുത്തേക്കാം. 1/0.5 എത്രയാണ്? 2 ഹെർട്സ്. 1/0.5 ആണ് ആൻസർ വരിക. കാരണം ടൈമും
ഫ്രീക്വൻസിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ടി ഈസ് ഈക്വൽ ടു 1/f. അങ്ങനെയാകുമ്പോൾ 1/t ഈസ് ഈക്വൽ ടു 1/f ആകുമ്പോൾ എന്താ 1/0.5 എത്രയാണ് 1/0.5 ചെയ്ത് കഴിഞ്ഞാൽ 2 ആണ് വരിക. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഹേർട്സ് ആണ്. ഹെൻറിച്ച് ഹേർട്സിന്റെ പേരിൽ നിന്നാണ് വന്നത് പറഞ്ഞു. അപ്പോൾ 2 ഹേർട്സ് ആയിരിക്കും രണ്ടാമത്തെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ്, a tuning fork of frequency 512 Hz is excited and its stem is pressed on a table. A tuning fork of frequency 512 Hz is excited and its stem is pressed on a table. Does the table vibrate in this situation? What is this phenomenon known as? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. 512 ഹെർട്സിലൊന്ന് നമ്മൾ എന്ത് ചെയ്യാണ് മറ്റൊരു ടേബിളിന്റെ മുകളിൽ പ്രസ് ചെയ്യുമ്പോൾ അതും വൈബ്രേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചെന്താ, നമ്മൾ ഒന്നിനെ മാത്രമേ വൈബ്രേറ്റ് ചെയ്തുള്ളൂ, അത് യൂസ് ചെയ്തിട്ട് മറ്റൊന്ന് വൈബ്രേറ്റ് ചെയ്യുക. ഫോഴ്സ്ഡ് വൈബ്രേഷൻ, റെനോൾഡിന്റെ കമ്പനം എന്ന് പറയാൻ പറ്റും. റെഡി അല്ലേ? നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വേവ് മോഷൻ ആണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിലാണ് നോക്കുക. ജസ്റ്റ് നമ്മൾ 1-2 എക്സ്പെരിമെന്റ്സ് നിങ്ങൾ സ്കൂളിൽ നിന്ന് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ എക്സ്പെരിമെന്റ്സിന്റെ റിസൾട്ട്സ് വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളിലോട്ട് പോകുന്നത്. അപ്പോൾ വേവ് മോഷന്റെ ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. വേവ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ആ ഒരു ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് എടുക്കാം. ഓക്കെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിമ്പിൾ ആണെന്ന് തോന്നുവാണെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലൊക്കെ നിങ്ങൾ പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, സപ്പോർട്ട് ചെയ്തേക്കാം. ഓക്കെ.